Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് പഠിക്കാനുള്ളത് പുതിയ മൊഡ്യൂളാണ് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിന്ന് പഠിക്കാം. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്. ഇപ്പൊ ഒരു കമ്പനി ഫോം ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ലീഗലി ഫോം ചെയ്തിരിക്കുന്ന ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ കമ്പനിയുടെ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി ക്ലോസ് ചെയ്യുന്ന പ്രോസസ്സും അതുപോലെ തന്നെ ഒരു ലീഗൽ പ്രോസസ് ആയിരിക്കും. എ കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ടു എ ലീഗൽ പ്രോസസ് ആൻഡ് ഓൾസോ എ കമ്പനി ക്യാൻ കം ഇൻ to an end by law. Liquidation or winding up of a company means the termination of legal existence of the company. ഇപ്പൊ കമ്പനിയുടെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലീഗൽ എക്സിസ്റ്റൻസ് ആണ്, ലീഗൽ പേഴ്സൺ ആണ്, ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. അപ്പൊ ആ ലീഗൽ എക്സിസ്റ്റൻസ് തീരുന്ന ഒരു ടേർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ കമ്പനിയുടെ ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് എന്നൊക്കെ പറയുന്നത്. It is defined in the Companies Act 1956. Companies Act ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. The process whereby its life is ended and its property is administered for the benefit of its creditors and members. അപ്പോൾ ഒരു പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്. വെയർ ബൈ ഇറ്റ്സ് ലൈഫ് ഈസ് എൻഡഡ്, അതിന്റെ ജീവൻ പോകുന്ന ഒരു പ്രോസസ് ആണെന്ന് വെച്ചാൽ മരിച്ചു പോവാണ് പാവം കമ്പനി, അപ്പൊ അതിന്റെ ലൈഫ് എൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി ഈസ് അഡ്മിനിസ്ട്രേഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ് ആൻഡ് മെമ്പേഴ്സ്. അതിന്റെ പ്രോപ്പർട്ടി, കമ്പനിയുടെ ബാക്കിയുള്ള അസറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും, അഡ്മിനിസ്ട്രേഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് മെമ്പേഴ്സ്. ക്രെഡിറ്റേഴ്സിന് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനും ഒക്കെ ആയിട്ട് അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന, അത് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ പ്രോസസ്സിനാണ് നമ്മൾ വൈൻഡിങ് അപ്പ് എന്ന് അല്ലെങ്കിൽ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ദസ് ലിക്വിഡേഷൻ ഈസ് എ ലീഗൽ പ്രോസസ് ബൈ വിച്ച് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ കമ്പനി ഈസ് ബ്രോട്ട് ടു ആൻ എൻഡ്. ഇപ്പൊ കമ്പനിയുടെ എക്സിസ്റ്റൻസ് നിർത്തുന്ന ഒരു എൻഡ് ചെയ്യുന്ന ഒരു ലീഗൽ പ്രോസസ്സിനാണ് നമ്മൾ ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് എന്നൊക്കെ പറയുന്നത്. Liquidator is a person appointed to administer the winding up process of a company. അപ്പൊ ഇത് ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു പേഴ്സൺ ഉണ്ട്, അയാളെ അപ്പോയിന്റ് ചെയ്യും. ഈ പേഴ്സൺ ആണ് അതിന്റെ പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇയാളെയാണ് നമ്മൾ ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ലിക്വിഡേറ്റർ റിയലൈസസ് ഓൾ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. കമ്പനി പൂട്ടി കഴിഞ്ഞാൽ പിന്നെ അസറ്റ്സ് ഒക്കെ ക്ലോസ് ചെയ്യണം അല്ലെ. അപ്പൊ അസറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യും. അപ്പൊ ഈ സെയിൽ ചെയ്യുന്നതൊക്കെ ആരാണ്, നമ്മുടെ ലിക്വിഡേറ്റർ ആണ്. മേക്സ് പേയ്മെന്റ് ടു ദ ക്രെഡിറ്റേഴ്സ്, എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ആർക്കൊക്കെ പൈസ കൊടുക്കാണ്ട് അവരുടെ പേയ്മെന്റ് ഒക്കെ കൊടുക്കും ബൈ ലോ. ആൻഡ് ഫൈനലി ഡിസ്ട്രിബ്യൂട്ട് ദ സർപ്ലസ് എമംഗ് ദ മെമ്പേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൈറ്റ്സ്. അത് കഴിഞ്ഞിട്ട് മെമ്പേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിനും ഒക്കെ എന്ത് ചെയ്യും, ബാക്കി എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അവർക്ക് അത് അവരുടെ റൈറ്റിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇതാണ് മൊത്തത്തിൽ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലിക്വിഡേഷൻ ചെയ്യുന്ന പേഴ്സണിനെ നമ്മൾ ലിക്വിഡേറ്റർ എന്ന് പറയും. അപ്പൊ ലിക്വിഡേറ്ററിന് എന്ത് ചെയ്യും, ലീഗലി ആയിരിക്കും മിക്കവാറും അപ്പോയിന്റ് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പിൽ. നമുക്ക് ലിക്വിഡേഷനുമായിട്ട് നമുക്ക് കൺഫ്യൂസ്ഡ് ആകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വേർഡാണ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇൻസോൾവൻസി എന്ന് പറയുന്ന കൺഫ്യൂസ്ഡ് ആവുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസോൾവൻസിൽ നമ്മൾ സെയിം തന്നെ ചെയ്യുന്നത്, അസറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ലാബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യും. എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിലുള്ള മെമ്പേഴ്സിനോ പാർട്ട്നേഴ്സിനോ ആരാന്ന് വെച്ചാൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇൻസോൾവൻസിയിലും ചെയ്യുന്നത്. പക്ഷെ ഇൻസോൾവൻസിയും ലിക്വിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സൊക്കെ ഏകദേശം സിമിലർ ആണെങ്കിലും കുറച്ച് ഡിഫറൻസസ് വരുന്നുണ്ട്. എന്താ ഡിഫറൻസ് എന്ന് പറയാം. ദ ടേം ഇൻസോൾവൻസി ഈസ് ആപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽസ്, പാർട്ട്ണർഷിപ്പ് ഫേം ആൻഡ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അപ്പൊ ഇൻസോൾവൻസി എന്നുള്ള ടേം നമ്മൾ ആപ്ലിക്കബിൾ ആവുന്നത് ഇൻഡിവിജ്വൽസിനും പാർട്ട്ണർഷിപ്പ് ഫേംസിനും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസിനുമാണ് ഈ ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. The term liquidation is applicable to joint stock companies. അപ്പൊ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ joint stock companiesനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. Next, a person is said to be an insolvent when his liabilities exceed his assets or has committed an act of insolvency and against whom an order of adjudication is passed by a competent court. അപ്പം നമ്മൾ ഒരാൾ ഇൻസോൾവെന്റ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പാപ്പരാകുമെന്ന് കേട്ടിട്ടില്ലേ. എപ്പോഴാണ് പാപ്പരാവുന്ന, ഒരാളുടെ അസറ്റിനെയും കാട്ടിയും കൂടുതൽ അയാളുടെ ലാബിലിറ്റീസ് വരുവാണ്. അതേപോലെ തന്നെ ഒരു കോർട്ട് അയാൾക്ക് എഗെയിൻസ്റ്റ് അഡ്ജുഡിക്കേഷൻ ആയിട്ട് പാസ് ചെയ്യണം, ഓർഡർ പാസ് ചെയ്യണം, ഇയാൾ ഇൻസോൾവെന്റ് ആണെന്നുള്ള രീതിയിൽ. അപ്പൊ എപ്പോഴാണ് ഒരു പേഴ്സൺ നമ്മൾ ഇൻസോൾവെന്റ് ആണെന്ന് പറയുന്നത്. ബട്ട് എ കമ്പനി ക്യാൻ ബി ലിക്വിഡേറ്റർ ഈവൻ ദോ ഇറ്റ് മേ ബി സോൾവെന്റ്. കമ്പനിക്ക് വേണമെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുന്നത് ഇൻസോൾവെന്റ് ആയാൽ ലിക്വിഡേറ്റ് ചെയ്യാം. പക്ഷെ ഇൻസോൾവെന്റ് ആയാൽ മാത്രം ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. കമ്പനിക്ക് സോൾവെന്റ് സിറ്റുവേഷനിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലിക്വിഡേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് സോൾവെന്റ് ആസ് വെൽ ആസ് ഇൻസോൾവെന്റ് കമ്പനീസ് ക്യാൻ ബി ലിക്വിഡേറ്റഡ്.
ഇൻസോൾവെന്റ് കമ്പനീസിനും ലിക്വിഡേറ്റ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്ന ഇൻസോൾവൻസി ഓഫ് എ പേഴ്സൺ ഇസ് ഗവേൺഡ് ബൈ ദ ഇൻസോൾവൻസി ആക്ട്. ഇപ്പൊ ഇൻസോൾവൻസി ആക്ട് പ്രകാരമാണ് ഒരാളെ ഇൻസോൾവൻസി ഗവേൺ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇൻസോൾവെന്റ് ആവുന്നത്, അത് കഴിഞ്ഞ് എന്തൊക്കെ പ്രോസസ് ഉണ്ട്, ഇതൊക്കെ പറയുന്ന ഇൻസോൾവൻസി ആക്ടിലാണ്. വരസ് ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി ഇസ് ഗവേൺഡ് ബൈ കമ്പനീസ് ആക്ട്. പക്ഷേ ലിക്വിഡേഷൻ പ്രോസസ്സൊക്കെ ഏകദേശം സിമിലർ ആണെങ്കിലും ഇതിന്റെ പ്രോസസ്സ് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്ന കമ്പനീസ് ആക്ടിലാണ് നമ്മുടെ ലിക്വിഡേഷന്റെ പ്രോസസ്സ് ഒക്കെ പറയുന്നത്. നെക്സ്റ്റ്, an official receiver or official assignee is appointed in case of insolvency. അപ്പോൾ ഇൻസോൾവൻസിയിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേര് ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനി എന്നാണ് വിളിക്കുന്നത്. ലിക്വിഡേഷന്റെ അയാളുടെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ലിക്വിഡേറ്റർ ആണ്. വേറാസ് ലിക്വിഡേറ്റർ ഈസ് അപ്പോയിന്റഡ് ഇൻ കേസ് ഓഫ് ലിക്വിഡേഷനിലാണെങ്കിൽ അവിടെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന പേഴ്സന്റെ പേര് ലിക്വിഡേറ്റർ എന്നാണ്. നെക്സ്റ്റ് പറയുന്നത് ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി an order of discharge entitles the insolvent person to start a new business. അപ്പൊ നമുക്ക് ഓർഡർ ഓഫ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസോൾവൻസിയുടെ കേസിൽ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ഒരു സോൾവെന്റ് പേഴ്സണെ പോലെ പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ കേസ് ഓഫ് കമ്പനീസ് ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് സ്റ്റാർട്ടിംഗ് ദ ബിസിനസ് ബൈ ദ സെയിം കമ്പനി. ഇപ്പൊ ഒരു കമ്പനി ഒരു തവണ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ സെയിം കമ്പനിക്ക് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി അത് അപ്പൊ കംപ്ലീറ്റ് ഡെഡ് ആണ്, പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇൻസോൾവൻസിയും ലിക്വിഡേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലിക്വിഡേറ്റർ ആരാണെന്ന്. അപ്പൊ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്താണ് ലിക്വിഡേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ലിക്വിഡേറ്ററിന്റെ ഡ്യൂട്ടീസ് ഒക്കെ എന്തൊക്കെയാ വരുന്നത്. പ്രൈമറി ഡ്യൂട്ടി എന്തായിരുന്നു ലിക്വിഡേറ്ററിന്റെ, അവിടെയുള്ള അസറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യുക, ലാബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യുക, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ലിക്വിഡേറ്റർ ഈസ് ദ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ലിക്വിഡേഷൻ പ്രോസസ് അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ആർ റിയലൈസ്ഡ് ബൈ ദ ലിക്വിഡേറ്റർ ആൻഡ് ഇറ്റ്സ് ലയബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ് ബൈ ഹിം. ആദ്യം അസറ്റ്സ് ഒക്കെ റിയലൈസ് ചെയ്യും. അസറ്റ്സ് റിയലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ അസറ്റ് വിറ്റ് പൈസ ഉണ്ടാക്കും, എന്നിട്ട് അത് വെച്ച് ലാബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യും. ക്രെഡിറ്റേഴ്സിനും അതേപോലെ ലോൺ എടുത്തതും ഒക്കെ പേ ഓഫ് ചെയ്യാനുണ്ടാവും, അതൊക്കെ പേ ഓഫ് ചെയ്യും. If any money is left after paying company's debts, the surplus is distributed among the members of the company. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, മെമ്പേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. A liquidator is expected to perform his duties equitably and impartially according to Companies Act. അപ്പൊ ഇക്വിറ്റബിളി അതേപോലെ തന്നെ ഇംപാർഷ്യലി ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ എന്തൊക്കെ പ്രോസസ്സ് ഏതൊക്കെ രീതിയിൽ ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം ബേസിക് ആയിട്ട് അയാൾ ചെയ്യുന്നത് അസറ്റ്സ് സെയിൽ ചെയ്യുവാണ്. അപ്പൊ അസറ്റ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് അയാളുടെ ലാഭം നോക്കിയിട്ട് കമ്മീഷനൊക്കെ നോക്കിയിട്ട് അയാൾ വേറെ റേറ്റിനൊന്നും സെയിൽ ചെയ്യാൻ പാടില്ല. ഇക്വിറ്റബിൾ ആയിട്ടുള്ള വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, ആ ഓർഡറിൽ തന്നെ ആർക്കൊക്കെ ആദ്യം കൊടുക്കണം ആ ഓർഡറിൽ തന്നെ പേ ഓഫ് ചെയ്യണം. അപ്പൊ ഇതാണ് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. Some of the important duties are given below. അപ്പൊ ഇതല്ലാതെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഏതൊക്കെയാന്ന് നോക്കാം. When the liquidator receives the statement of affairs from directors, he must submit a preliminary report to the court. Statement of affairs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അസറ്റ്സും ലാബിലിറ്റീസും എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് അത് നമ്മൾ ഡയറക്ടേഴ്സ് ഈ ലിക്വിഡേറ്റർക്ക് കൊടുക്കണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, ആദ്യം തന്നെ പ്രിലിമിനറി റിപ്പോർട്ട് വേഗം തന്നെ കോർട്ടിന് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ കോർട്ടിലേക്ക് പറയണം അവിടെ ഇന്നതാണ് സിറ്റുവേഷൻ എന്ന് കോർട്ടിനെ അറിയിക്കണം. ഓൺ ഗെറ്റിംഗ് ദ വൈൻഡിങ് അപ്പ് ഓർഡർ, ദ ലിക്വിഡേറ്റർ ഹാസ് ടു ടേക്ക് ദ പ്രോപ്പർട്ടീസ് അണ്ടർ ഹിസ് കൺട്രോൾ. ഇപ്പൊ വൈൻഡിങ് അപ്പിന്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ലിക്വിഡേറ്ററിന്റെ കൺട്രോൾ ആയിരിക്കണം. പിന്നെ അയാൾ മാത്രമേ അതിന്റെ ഡീലിങ്സ് ചെയ്യാൻ പാടുള്ളൂ. He must protect the assets of the company. Assets of the company അയാൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ അത് സെയിൽ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിന് കേടുപാടൊന്നും കൂടാതെ അയാൾ അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. He should realize the assets and distribute proceeds among the creditors and the surplus if any among the contributors. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്ത് ചെയ്യണം, അസറ്റ്സ് ഒക്കെ നമ്മൾ റിയലൈസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലും ബാക്കി അതിനകത്ത് നിന്നുള്ള പേയ്മെന്റ്സ് എന്തൊക്കെയും ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം. എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അത് കോൺട്രിബ്യൂട്ടറീസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഹി മസ്റ്റ് കീപ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പൊ ഇതിന്റെ ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അതൊക്കെ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. ഹി മസ്റ്റ് മേക്ക് എ റെക്കോർഡ് ഓഫ് minutes to be made for all the proceedings at meeting. മീറ്റിംഗിൽ വെച്ചുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ പ്രൊസീഡിങ്സിന്റെ മിനിറ്റ്സും കീപ്പ് ചെയ്യണം. നമ്മൾ എന്തൊക്കെ ചെയ്തു ട്രാൻസാക്ഷൻസിന്റെ ഒക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണം. എല്ലാ മീറ്റിംഗ്സിന്റെയും മിനിറ്റ്സും കീപ്പ് ചെയ്തിരിക്കണം. ഹി മസ്റ്റ്
execute all deeds, receipts and documents on behalf of the company. അപ്പോൾ അവിടെയുള്ള എല്ലാ ഡീഡ്സും റെസീറ്റ്സും ഡോക്യുമെന്റ്സും എല്ലാം കമ്പനിക്ക് വേണ്ടി അയാളായിരിക്കണം അതിനുശേഷം ചെയ്യേണ്ടത്. He must do such other things as are necessary for winding up the affairs of the affairs of the company. അതുകൂടാതെ ഇതിൽ പറഞ്ഞതല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ അയാൾക്ക് വൈൻഡിങ് അപ്പിന് വേണ്ടി ചെയ്യേണ്ടി വരുന്നുണ്ടോ അതൊക്കെ അയാൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. അപ്പൊ ഇതാണ് ഒരു ലിക്വിഡേറ്റർ എന്ന് പറയുന്ന ഒരു പേഴ്സണും അയാളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ആണ്. അപ്പോൾ ആക്ച്വലി രണ്ട് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ആണുള്ളത്. ഒന്ന് വൈൻഡിങ് അപ്പ് ബൈ ദ ട്രൈബ്യൂണൽ, രണ്ടാമത്തെ വോളണ്ടറി വൈൻഡിങ് അപ്പ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം വൈൻഡിങ് അപ്പ് ബൈ ദ ട്രൈബ്യൂണൽ ആണ് പഠിക്കാനുള്ളത്. വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ബൈ എൻ ഓർഡർ ഓഫ് ദ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഈസ് കോൾഡ് വൈൻഡിങ് അപ്പ് ബൈ ദ ട്രൈബ്യൂണൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ വൈൻഡിങ് അപ്പ് ബൈ ദ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് അത് നടത്തുന്നത് ആരുടെ ഓർഡർ പ്രകാരമാണ്? നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ ഓർഡർ പ്രകാരമാണ് നമ്മളിത് നടത്തുന്നത്. അതുകൊണ്ടാണ് വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. As per section 271 subsection 1 of the Companies Act 2013, a company may be wound up by the tribunal under the following circumstances. ഇപ്പോൾ ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് നമുക്ക് ഈ വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ നടക്കുന്നത് നോക്കാം. ഒന്നാമത്തത്, if the company has by special resolution resolve that the company be wound up by the tribunal. ഒന്നാമത്തെ കമ്പനി തന്നെ അതിന്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ വെച്ച് തീരുമാനിക്കുവാണ് ഈ കമ്പനിയെ നമ്മൾ ട്രൈബ്യൂണൽ ത്രൂ വൈൻഡ് അപ്പ് ചെയ്യുവാണെന്ന് തീരുമാനിക്കുവാണ്. രണ്ടാമത്തെ, if default is made in delivering the statutory report to the registrar or in holding the statutory meeting. രണ്ടാമത്തെ, നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഒക്കെ വെക്കണം നിർബന്ധമാണ് അല്ലേ? അപ്പൊ അങ്ങനെ വെക്കാതിരിക്കുവോ അതോ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് രജിസ്ട്രാറിന് കൊടുക്കാതിരിക്കുവോ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിന് തീരുമാനിക്കാം ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണമെന്ന്. പിന്നെ മൂന്നാമത്തെ, if the company has acted against the interest of the sovereignty and integrity of India. ഇപ്പൊ ഇന്ത്യയുടെ നമ്മുടെ മതേതരത്വമായ അതേപോലെ തന്നെ ഇന്റഗ്രിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുവാണ്, ദ സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ സെക്യൂരിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്, ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രി ആയിട്ടില്ല അല്ലെങ്കിൽ ഒരു ഫോറിൻ സ്റ്റേറ്റും ആയിട്ടില്ല ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുവാണ്, പബ്ലിക് ഓർഡർ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുവാണ്, ഡീസെൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുവാണ്, അല്ലെങ്കിൽ മൊറാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുവാണ്. എന്നുവെച്ചാൽ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിലല്ലാത്ത രീതിയിലാണ് നമ്മൾ കമ്പനി വർക്ക് ചെയ്യുന്നതെങ്കിൽ പബ്ലിക്കിന്റെയും അതേപോലെ കൺട്രിയുടെയും സ്റ്റേറ്റിന്റെയും ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ കമ്പനി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രൈബ്യൂണൽ തീരുമാനിക്കും ഇതിനെ വൈൻഡ് അപ്പ് ചെയ്യണമെന്ന്. ഇഫ് ദ കമ്പനി ഈസ് അൺആബിൾ ടു പേ ഇറ്റ്സ് ഡെബ്റ്റ്സ്, കമ്പനിക്ക് അതിന്റെ കടങ്ങളൊന്നും വീട്ടാൻ പറ്റുന്നില്ല, അതിനുള്ള കഴിവില്ലാതിരിക്കുവാണ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രൈബ്യൂണൽ തീരുമാനിക്കാം വൈൻഡ് അപ്പ് ചെയ്യണമെന്ന്. ഇഫ് ദ ട്രൈബ്യൂണൽ ഈസ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദാറ്റ് ദ കമ്പനി ഷുഡ് ബി വൗണ്ട് അപ്പ്, അല്ലെങ്കിൽ ട്രൈബ്യൂണലിൽ തന്നെ സ്വന്തമായിട്ടൊരു തീരുമാനം നല്ല രീതിയിലൊരു ആലോചിച്ചപ്പോൾ തോന്നുവാണ് ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് നല്ലത് എന്ന് ട്രൈബ്യൂണലിൽ തോന്നുവാണെങ്കിലും അതിനെന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഇഫ് ദ കമ്പനി ഹാസ് നോട്ട് ഫയൽഡ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രൊസീഡിംഗ്സ് 5 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയർ, അതേപോലെ തന്നെ 5 വർഷമായിട്ട് കമ്പനി അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫയൽ ചെയ്തിട്ടില്ല. ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ട്രൈബ്യൂണലിന് ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണലിൽ തന്നെ എങ്ങനെ അത് നടക്കുന്നതെന്ന് നോക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ an application for winding up of the company can be made to the tribunal. ട്രൈബ്യൂണലിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം ആദ്യം വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആർക്കൊക്കെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ എനി ക്രെഡിറ്റർ, ഒരു ക്രെഡിറ്ററിന് കൊടുക്കാം, ബൈ ദ കമ്പനിക്ക് സ്വന്തമായിട്ട് കൊടുക്കാം, ഒരു ക്രെഡിറ്ററിന് കൊടുക്കാം, ഇനി കോൺട്രിബ്യൂട്ടറി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, രജിസ്ട്രാറിന് കൊടുക്കാം, ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓതറൈസ് ചെയ്യുന്ന ഏത് പേഴ്സണും ആണെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം ട്രൈബ്യൂണലിന് ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. ആഫ്റ്റർ ദ വൈൻഡിങ് അപ്പ് പെറ്റീഷൻ ഈസ് ഫയൽഡ്, വൈൻഡിങ് അപ്പ് പെറ്റീഷൻ ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തതിന് ശേഷം നോട്ടീസ് ഈസ് ഇഷ്യൂഡ് ഓൺ ദ കമ്പനി ടു അപ്പിയർ ബിഫോർ ദ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. അപ്പൊ കമ്പനിയോട് പറയും നിങ്ങൾ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ മുന്നിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടി അവിടെ പ്രസന്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് അയക്കാം. നോട്ടീസ് അയച്ച് അവരെ വരുത്തും.
ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് കേസ് ഇഫ് എനി, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, ഇതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ഇത് ഫേക്ക് ആയിട്ട് വന്നതാണോ അല്ലെങ്കിൽ ഇത് റീസണബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണോ, കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ള രീതിയിൽ അവരുടെ സൈഡും കൂടി കേൾക്കും. ആഫ്റ്റർ ഹിയറിംഗ് ബോത്ത് സൈഡ്സ്, അപ്പൊ രണ്ടുപേരുടെ ഭാഗവും ഇപ്പം കേട്ട് കഴിഞ്ഞു. ദ ട്രൈബ്യൂണൽ മേ ഡിസ്മിസ് ഇറ്റ് ഓർ മേക്ക് എൻ ഓർഡർ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. എന്നിട്ടാണ് ട്രൈബ്യൂണൽ തീരുമാനിക്കുന്നത്. ട്രൈബ്യൂണലിൽ ഒന്നുകിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്യാം, എന്ന് വെച്ചാൽ വൈൻഡ് അപ്പ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാം. The tribunal appoints a liquidator whose function is to take charge of the complete winding up പ്രൊസീഡിങ്സ്. അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈൻഡിങ് അപ്പിനാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ ട്രൈബ്യൂണൽ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. അപ്പൊ അയാളായിരിക്കും പിന്നെ ഈ കംപ്ലീറ്റ് വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സിന്റെ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മോഡ് ഓഫ് വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ നോക്കാനേ. ഇനി രണ്ടാമത്തെ വോളണ്ടറി വൈൻഡിങ് അപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്താണെന്ന് നോക്കാം. വോളണ്ടറി വൈൻഡിങ് അപ്പ് മീൻസ് വൈൻഡിങ് അപ്പ് ബൈ ദ മെമ്പേഴ്സ് ദംസെൽഫ് വിത്തൗട്ട് ദ ഇന്റർവെൻഷൻ ഓഫ് ട്രൈബ്യൂണൽ. ഇപ്പൊ ട്രൈബ്യൂണലിന്റെ ഇന്റർവെൻഷൻ ഒന്നും ഇല്ലാതെ തന്നെ അതിന്റെ മെമ്പേഴ്സ് തന്നെ തീരുമാനിക്കുവാണ് വൈൻഡ് അപ്പ് ചെയ്യാൻ. അതിനാണ് നമ്മൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഈ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ് മ്യൂച്വലി സെറ്റിൽ ദെയർ അഫയേഴ്സ് വിത്തൗട്ട് ഗോയിങ് ടു ദ ട്രൈബ്യൂണൽ. ഇപ്പൊ ട്രൈബ്യൂണലിലേക്കൊന്നും പോവാതെ കമ്പനി അതിന്റെ ക്രെഡിറ്റേഴ്സുമായിട്ട് മ്യൂച്വലി സെറ്റിൽ ചെയ്യുവാണ്. എ കമ്പനി ക്യാൻ ബി വൗണ്ട് അപ്പ് വോളണ്ടറിലി അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. എങ്ങനെ നമുക്ക് വോളണ്ടറി ആയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്ന് നോക്കാം. ഒന്നാമത്തെ, ബൈ എൻ ഓർഡിനറി റെസൊല്യൂഷൻ ഓഫ് ദ members passed at the general meeting in the following cases. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ ട്രൈബ്യൂണലിന്റെ കേസിലാണെങ്കിൽ. പക്ഷെ ഇവിടെ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ നമുക്ക് പാസ് ചെയ്താൽ മതി ജനറൽ മീറ്റിംഗിൽ. ഏതൊക്കെ സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിക്കുന്നത്? Where the duration of the company was fixed by the articles of association and the period has expired. ഓൾറെഡി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ ഡ്യൂറേഷൻ, ആ ഡ്യൂറേഷൻ കഴിഞ്ഞിരിക്കുവാണ്. അപ്പൊ ജസ്റ്റ് ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യാം, കമ്പനി ക്ലോസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ, where the articles of association provided for winding up on the occurrence of any event and the event has occurred. അല്ലെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു കാര്യം, ഈ കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മളത് വൈൻഡ് അപ്പ് ചെയ്യാന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യം നടന്നു. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അങ്ങനെ എന്തെങ്കിലും കമ്പനി ഫോം ചെയ്താണെങ്കിൽ അത് സംഭവം നടന്നു കഴിഞ്ഞാൽ നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യണമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഇവന്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ, ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ബൈ ദ മെമ്പേഴ്സ് ഇൻ ഓൾ അതർ കേസസ്. അപ്പം ബാക്കി എല്ലാ കേസസിലും നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ട്രൈബ്യൂണലിന്റെ കേസിൽ പറഞ്ഞതുപോലെ സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ ഈ രണ്ട് സിറ്റുവേഷൻ അല്ലാത്ത വേറെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷന്റെ ആവശ്യമുണ്ട്. ആഫ്റ്റർ പാസിംഗ് ദ റെസൊല്യൂഷൻ ഫോർ വോളണ്ടറി വൈൻഡിങ് അപ്പ്, ഇറ്റ് മസ്റ്റ് ബി നോട്ടിഫൈഡ് ടു ദ പബ്ലിക് ബൈ ആൻ അഡ്വർടൈസ്മെന്റ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. അപ്പൊ നമ്മളത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കണം. വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ പാസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ ഗസറ്റിൽ അത് പബ്ലിഷ് ചെയ്യണം. ആൻഡ് ഇൻ എ ലോക്കൽ ന്യൂസ് പേപ്പർ, അതുകൂടാതെ ലോക്കൽ ന്യൂസ് പേപ്പറിലും കൊടുക്കണം. There are two types of voluntary winding up. voluntary winding up ന്റെ കേസിൽ പറയുകയാണെങ്കിൽ അവിടെ 2 types of voluntary winding up ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തെ വരുന്നത് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്, if the company is solvent at the time of winding up and the directors make a declaration to that effect, it is called members voluntary winding up. ഇപ്പൊ കമ്പനി ഇൻസോൾവെന്റ് ഒന്നും ആയിട്ടില്ല, കമ്പനി സോൾവെന്റ് തന്നെയാണ്, കമ്പനിക്ക് ഇപ്പോഴും അസറ്റ്സ് ആണ് ലാബിലിറ്റീസിനെ കാട്ടി കൂടുതൽ വരുന്നത്. ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനുള്ള അത്ര എമൗണ്ട് കമ്പനിയുടെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എന്ത് ചെയ്യാം, ആ സമയത്ത് ഡയറക്ടേഴ്സിന് ഒരു ഡിക്ലറേഷൻ കൊടുക്കുവാണ് വൈൻഡ് അപ്പ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ, ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ക്രെഡിറ്റേഴ്സിന് എപ്പോഴാണ് വൈൻഡ് അപ്പ് ചെയ്യണം എന്ന് തോന്നുന്നത് എപ്പോഴായിരിക്കും? അവരുടെ പേയ്മെന്റ് ഒന്നും കിട്ടില്ല എന്നുള്ള പേടി വരുമ്പോഴായിരിക്കും അല്ലെ. If the company is not in a position to pay its debts പേ ചെയ്യാനുള്ള ഒരു പൊസിഷനിലല്ല, അതിനുള്ള കപ്പാസിറ്റി കമ്പനിക്ക് ഇല്ല. And the directors make no declaration of solvency. അപ്പൊ അതേപോലെ തന്നെ കമ്പനി ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നില്ല, സോൾവൻസിക്കുള്ള ഒരു ഡിക്ലറേഷനും കൊടുക്കുന്നില്ല. ഡയറക്ടേഴ്സ് പറയുന്നില്ല കമ്പനി സോൾവെന്റ് ആണെന്നുള്ള കാര്യം പറയുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വൈൻഡിങ് അപ്പ് നടത്തുന്നത് ക്രെഡിറ്റേഴ്സിന്റെ താല്പര്യം പ്രകാരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയാം. അപ്പൊ ഇതാണ് 2 ടൈപ്പ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് വരുന്നത്.
അപ്പൊ ഇന്ന് നമ്മൾ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസിന്റെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്, കമ്പനീസ് ആക്ടിൽ എന്താണ് ലിക്വിഡേഷനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ ലിക്വിഡേഷനും ഇൻസോൾവൻസിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പിന്നെ ആരാണ് ലിക്വിഡേറ്റർ, എന്താണ് ലിക്വിഡേറ്ററിന്റെ ഡ്യൂട്ടീസ്, പിന്നെ നമ്മൾ പഠിച്ചത് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ആണ്. അപ്പൊ ബേസിക്കലി നമുക്കറിയാം രണ്ട് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഉള്ളത്. ഒന്നാമത്തെ വൈൻഡിങ് അപ്പ് ബൈ ദ ട്രൈബ്യൂണൽ, രണ്ടാമത്തെ വൈൻഡിങ് അപ്പ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്. അപ്പൊ വൈൻഡിങ് അപ്പ് ബൈ ദ ട്രൈബ്യൂണൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നടക്കുന്നത്, അത് എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ വോളണ്ടറി വൈൻഡിങ് അപ്പ് വരുന്ന സിറ്റുവേഷൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ രണ്ട് ടൈപ്സ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.